ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു വൺ ഡേ ട്രിപ്പ് പോവാണ് കേട്ടോ വിത്ത് മൈ കസിൻസ്. നമ്മൾ എറണാകുളത്തേക്കാണ് യാത്ര പോകുന്നത്. രാവിലത്തെ മെമ്മു പിടിച്ചിട്ടാണ് പോകുന്നത്. നല്ല തിരക്കായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നിന്നാണ് തൃപ്പൂണിത്തുറ വരെ പോയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെടി? തൃപ്പൂണിത്തുറ എന്നത് മെട്രോ സ്റ്റേഷന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ മെട്രോയിൽ കയറാൻ പോവാണേ. അപ്പോൾ നമ്മൾ മെട്രോയിലേക്ക് കയറാനായിട്ട് പോവാണ്. ഇതാണ് മെട്രോ സ്റ്റേഷനകം. നമ്മൾ മേളത്തെ ഫ്ലോറിൽ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മേലെ ഫ്ലോറിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. ഇത് കയറി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മെട്രോയിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമൊക്കെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പം നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് കയറി നമ്മൾ ഇടപ്പള്ളിയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെ ലുലുവിലേക്കുള്ള എൻട്രൻസ് ഉണ്ടല്ലോ, നമ്മൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ്. ലുലുവിലെ എൻട്രൻസിലൂടെ വരികയാണ്. പോയി മഞ്ജി വെൽക്കം പറഞ്ഞ ഇവിടെ ഒരു സെക്യൂരിറ്റി ചേച്ചി നിൽപ്പുണ്ട്. ചേച്ചിക്ക് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. നമ്മൾ രാവിലെ എത്തിയത് കൊണ്ട് തന്നെ ഷോപ്പൊക്കെ ഓൾമോസ്റ്റ് ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് രാവിലത്തേക്കിനുള്ള ബ്രേക്ക്ഫാസ്റ്റും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഒക്കെ പർച്ചേസ് ചെയ്യാൻ കയറിയതാണ്. ഇത് ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റ് ആകുമെന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോപ്പിങ്ങിന് കയറുകയാണ്. ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേണ്ട ഒരു ഷോപ്പിൽ ഡ്രസ്സൊക്കെ ഇരുന്ന് ചുമ്മാ നോക്കാൻ കയറിയതാണ്. നല്ല കുർത്തീസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ ഡ്രസ്സെല്ലാം ഒന്ന് പരകെ ഒന്ന് തപ്പിയിട്ട് ഞങ്ങൾ അവിടുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ലുലുവിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ബസ് പിടിച്ചിട്ട് നേരെ ഫോറം മോളിലേക്കാണ് പോകുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫോറം മോൾ. ഫോറം മോളിലാണ് നമ്മുടെ അടുത്തത്. ഭയങ്കര വെയിലാണ്. നമ്മൾ നട്ടുച്ച സമയമായിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓടിച്ചെന്ന് കയറുമായിരുന്നു. കരിഞ്ഞു പോയി ഗൈസ്, കരിഞ്ഞു പോയി. കുറച്ച് നേരം നമുക്ക് AC കകത്തൊക്കെ ഇന്ന് തിണ്ടി നടക്കാമല്ലോ എന്ന് വിചാരിച്ചു.
നമ്മളിവിടെ ഒരു ഗിഫ്റ്റ് ഹൗസ് കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ആൻറ്റിക് പീസുകളും ഒരുപാട് കളക്ഷൻസും ഉണ്ട്. ഈജിപ്തിലെ പ്രതിമകളും ഒക്കെ കണ്ട് ഒരു വെറൈറ്റി ഐറ്റംസ് കളക്ഷൻസ് തന്നെയാണ് ഇവിടെ കേട്ടോ. ഈ ഷോപ്പ് എന്തായാലും നമ്മൾ മിസ് ചെയ്യരുത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതിലേക്ക് കറങ്ങിയൊക്കെ നടന്നു. ഞങ്ങളിവിടുന്ന് ഒരു 7-Upഉം ഒരു ലേസും ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവ് പിടിച്ച് കേസ്. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മറൈൻ ഡ്രൈവ്. നല്ല വെയിലായതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ചുളിഞ്ഞു പോകുന്നത് കേസ്. നല്ല നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല ചൂട് നല്ല വെയിലുണ്ടായിരുന്നു. കുറച്ച് നേരം മറൈൻ ഡ്രൈവിലെ കാഴ്ചകളൊക്കെ കണ്ട് വായു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കുറേ നേരമൊക്കെ നടന്ന് അത് കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വിളി വീണ്ടും വരാൻ തുടങ്ങി. അന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ദേ പോകുന്നു മേളിൽ കൂടെ ഒരു ഹെലികോപ്റ്റർ. താഴെ ബോട്ടും വെള്ളവും മേളിൽ ഹെലികോപ്റ്റർ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയൊരു ബിരിയാണിയും ചോറും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്പോൾ മറൈൻ ഡ്രൈവും എല്ലാം കണ്ട് കറങ്ങി തിരിഞ്ഞ് നമ്മളപ്പോൾ വൈൻഡപ്പ് പറയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ടാറ്റാ.